നിങ്ങളുടെ ചാനൽ ഒരു മുന്നറിയിപ്പും കൂടാതെ യൂട്യൂബ് ഡിലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ യൂട്യൂബിന് ആവശ്യമില്ലാത്ത യൂട്യൂബർമാരെ യൂട്യൂബ് ഒരു മുന്നറിയിപ്പും കൂടാതെ ഒരു മെയിലോ വരാതെ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതിനുശേഷം അവർക്ക് യൂട്യൂബിൽ നിലനിൽക്കാൻ കഴിയില്ല. ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, സർക്കംവെൻഷൻ പോളിസി. ഇതൊരിക്കലും പലരും ഇത് തെറ്റായി ഉച്ചരിക്കുന്നുണ്ട്. സർക്കംവെൻഷൻ പോളിസി എന്നുള്ളത് അതൊരു തെറ്റായ വാക്കാണ്. സർക്കംവെൻഷൻ പോളിസി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. സർക്കംവെൻഷൻ പോളിസി എന്ന് പറയുമ്പോൾ ഒരു അർത്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സാധനത്തെ ചൂണ്ടിക്കാണിച്ച് മെൻഷൻ ചെയ്യുന്ന ഒരു പോളിസി എന്നൊക്കെ അതിന്റെ അർത്ഥം മാറി വരും. ആക്ച്വലി സർക്കംവെൻഷൻ പോളിസി എന്നാണ്. അതായത് ചാനലിലേക്ക് വീണ്ടും വരുന്നതിനെ തടയുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നും കൂടെ കറക്റ്റ് ആയിട്ട് എന്താണ് ഈ സർക്കംവെൻഷൻ പോളിസി? നിങ്ങൾ ഒരുപാട് ചാനലുകളിലും ഒരുപാട് ആളുകളും ഇതിനെ കുറിച്ച് 2-3 വീഡിയോസ് ഒക്കെ ചെയ്തതായി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സർക്കംവെൻഷൻ പോളിസി എന്നുള്ളത് അവർ തന്നെ സർക്കംവെൻഷൻ പോളിസി എന്ന് പറഞ്ഞുകൊണ്ടും പറയുന്നതും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേട്ടതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്, ചിലർ പറഞ്ഞതിൽ നിന്നും നേരെ വിപരീതമാണ് ഈ സർക്കംവെൻഷൻ പോളിസി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സർക്കംവെൻഷൻ പോളിസി എന്ന് പറയപ്പെടുന്ന ആ ഒരു പോളിസിയെ കുറിച്ചാണ് ഇന്ന് വ്യക്തമായി നിങ്ങളോട് പറയുന്നത്. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ 100% നിങ്ങൾക്ക് ഒരു മെയിൽ വന്നിരിക്കും എന്നുള്ളതാണ്. മെയിൽ അയക്കാതെ ഒരു ചാനലും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. മെയിൽ വരാതെ ഒരു മുന്നറിയിപ്പും കൂടാതെ നിങ്ങളെ ചാനൽ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ആ ഒരു വാക്ക് തന്നെ പലരും ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ്. ഇങ്ങനെ മെയിൽ വരാതിരിക്കാനുള്ള കാരണം ഒരു പക്ഷേ അതും എന്താ പറയുക, 1,00,000-1 എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒന്നുകിൽ നിങ്ങളുടെ ഇമെയിലിന് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ ഈ സർക്കംവെൻഷൻ പോളിസി പ്രകാരം നിങ്ങൾക്ക് പെട്ടെന്ന് ചാനൽ ടെർമിനേറ്റ് ആകുമ്പോൾ നിങ്ങളുടെ ഇമെയിലിൽ ആക്സസ് ചെയ്യാൻ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ഇമെയിൽ ഫിൽറ്ററിംഗിന്റെ ഭാഗമായിട്ട് ഇമെയിൽ സ്പേസ് പ്രോബ്ലം, അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രോബ്ലം വരിക മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ ഒരു ഇമെയിൽ ത്രൂ നിങ്ങളെ ഇത് യൂട്യൂബ് അറിയിക്കാതിരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവരെ, ഒരിക്കലും നിങ്ങളുടെ ചാനൽ ഒരു മുന്നറിയിപ്പ് കൂടാതെ ഈ ഒരു വിഷയത്തിൽ ഡിലീറ്റ് ചെയ്യപ്പെടില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, യൂട്യൂബ് ഇഷ്ടപ്പെടാത്ത ആളുകളെ യൂട്യൂബ് റിമൂവ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ യൂട്യൂബിന് ആവശ്യമില്ലാത്തവരെ യൂട്യൂബ് ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതും വളരെയധികം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ആക്ച്വലി ഈ പറയുന്ന സർക്കംവെൻഷൻ പോളിസി എന്ന് പറയപ്പെടുന്നത് യൂട്യൂബിന് അങ്ങേയറ്റം സഹികെട്ട് അവസാനം ഇവൻ യൂട്യൂബിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഏറ്റവും ലളിതമായിട്ട് പറയാൻ പറ്റുന്നത്. യൂട്യൂബിൽ ഇവൻ വേണ്ട എന്നുള്ളത്, അതായത് ഈ നമുക്കിപ്പോ എങ്ങനെയാ, ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു എന്ന് തന്നെ കരുതുക, അല്ലെങ്കിൽ ഒരാളെ ജീവപര്യന്തം ശിക്ഷിക്കുന്നു എന്ന് കരുതുക. അതാണ് ഈ നിയമം. ഓക്കെ, ഇനി അയാൾ യൂട്യൂബിൽ വേണ്ട. അങ്ങനെ യൂട്യൂബിൽ വേണ്ട എന്ന് യൂട്യൂബ് തീരുമാനമെടുക്കണമെങ്കിൽ അയാൾ ചെയ്ത കുറ്റം യൂട്യൂബ് പോളിസിക്ക് അങ്ങേയറ്റം എതിരായിരിക്കണം എന്നുള്ളതാണ്. അത് ഏതെല്ലാമാണ്? ഒന്ന്, ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നത്, കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണം, അത്തരത്തിലുള്ള വീഡിയോസുകൾ ഇടുക എന്നുള്ളത്. ഇതിൽ രണ്ടാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, സ്പാം വർക്ക് ചെയ്യുന്ന വീഡിയോസുകൾ. അതായത് നിങ്ങൾ ബോട്ട് വഴി കയറ്റുക, ആരെങ്കിലും പൈസ തന്നിട്ട് എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ വാച്ചിങ് അവർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തരിക. അതുപോലെ തന്നെ ആരെങ്കിലും ഇതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, നല്ല വീഡിയോസ് ഇട്ടാൽ നിങ്ങളുടെ വീഡിയോസ് കയറും എന്ന് പറഞ്ഞു പറ്റിച്ചുകൊണ്ട് നിങ്ങൾക്ക് വാച്ചിങ് അവർ കയറ്റി തരിക. ഇത്രയും ലളിതമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഇത്തരത്തിലാണ് പറ്റിക്കൽസ് നടക്കപ്പെടുന്നത്. തന്റെ കമ്മ്യൂണിറ്റി പോസ്റ്ററിൽ ഞാൻ വാച്ചിങ് അവർ ചെയ്തു കൊടുക്കുന്നു, ഞാൻ 4000 മണിക്കൂറുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോസിൽ ഇത്തരം വന്നിട്ട് ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവർ ചെയ്യുന്ന വർക്കുകൾ എന്താണോ അതാണ്. അതുപോലെ തന്നെ ഒരു കൂട്ടം കൂടി നിന്ന് വാട്സപ്പ് ഒരു 10-20 പേര് കൂട്ടം ചേർന്നുകൊണ്ട് വാച്ചിങ് അവർ സൃഷ്ടിക്കുകയും അത് വ്യക്തമായി യൂട്യൂബിന് ബോധ്യപ്പെടുകയും ചെയ്താൽ, അത്തരക്കാരുടെ വീഡിയോസ് പിന്നീട് ഡിലീറ്റ് ചെയ്യപ്പെട്ടാൽ അവർക്കും ഈ സർക്കംവെൻഷൻ പോളിസി എന്നുള്ള ബാധകമാകും. ഇനി ഒരു കാര്യം കൂടെ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ആദ്യമായി ഒരാളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യപ്പെടുമ്പോൾ, ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ടെർമിനേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരിക്കലും അത് സർക്കംവെൻഷൻ പോളിസി എന്ന ഗണത്തിൽ പെടുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. യൂട്യൂബ് തീരുമാനിക്കുകയാണ്. ഓക്കെ, പലപ്പോഴും നിങ്ങൾക്കൊരു 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയും. പിന്നീട് നിങ്ങൾക്ക് പുതിയ ചാനൽ ഉണ്ടാക്കാം,
പുതിയ ഇതുകളൊക്കെ ഉണ്ടാക്കാം, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഈ മുകളിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതെല്ലാം ചേർത്തുകൊണ്ട് ഇത്തരത്തിൽ നിങ്ങൾ സ്പാം വർക്കുകൾ ചെയ്യുക. അത് നോർമലി നമുക്ക് എന്തൊക്കെ ചെയ്താൽ നമുക്ക് യൂട്യൂബ് പോളിസിക്ക് എതിരായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു, അത്തരം കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ചാനൽ നഷ്ടപ്പെടുമ്പോൾ, നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു മെസ്സേജ് വരും. അതൊരിക്കലും സർക്കംവെൻഷൻ പോളിസി എന്ന് പറഞ്ഞായിക്കൊണ്ടായിരിക്കില്ല. അവിടെ വരുന്ന മെസ്സേജ് പെർമനന്റ്ലി ബാനഡ് യുവർ ചാനൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഓക്കെ, ഈ പെർമനന്റ്ലി ബാനഡ് എന്ന് പറയുമ്പോൾ അടുത്ത നമ്മളുടെ സ്റ്റെപ്പ് എന്താണോ അതിനെയാണ്. അടുത്തതായി നമ്മൾ പെർമനന്റ് ബാനഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചാനൽ ഇനി പൂർണ്ണമായി നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവിടെ എഴുതി കാണിക്കുക. ഒരിക്കലും സർക്കംവെൻഷൻ പോളിസി എന്ന് എഴുതി കാണിക്കില്ല. പക്ഷെ ഇനിയാണ് ഈ രണ്ടാമത്തെ പ്രാവശ്യം ഈ ഒരു പോളിസി എതിരായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾ ഒരു ചാനൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഉടലെടുക്കുന്ന പോളിസിയുടെ പേരാണ് സർക്കംവെൻഷൻ പോളിസി എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഒരു തടവുകാരനാണ്. നിങ്ങൾ വീണ്ടും മതിൽക്കെട്ടുകൾ ചാടിക്കടന്ന് ഞങ്ങളുടെ അതിർത്തിയിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. അതായത് നിങ്ങൾക്ക് ഇനി ചാനൽ തുടങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ആ വ്യക്തിക്ക് ചാനൽ തുടങ്ങാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അയാളുടെ വോയിസ് ആകാം, അയാൾക്കൊരു സെക്കൻഡറി ആയി നിന്നുകൊണ്ട് നിയമത്തിന്റെ പഴുതുകൾ എന്നൊക്കെ പറയുന്ന പോലെ അയാൾക്ക് സെക്കൻഡറി ആയി നിന്നുകൊണ്ട് ഒരു ചാനലിനെ അസിസ്റ്റ് ചെയ്യാൻ അയാൾക്ക് പറ്റും. ഓക്കെ, പക്ഷെ മെയിൻ ഓണർ ആവാനോ, ചാനലിന്റെ മെയിൻ ഓണർ ആകാനോ, ചാനലിന്റെ മെയിൻ നടത്തിപ്പുകാരനാവാനോ അയാൾക്ക് പറ്റില്ല. അതായത് അയാളെ ഞാൻ ഇവിടെ നിർത്തിക്കൊണ്ട് അയാളെ കൊണ്ട് ഒരു വോയിസ് പറയിപ്പിക്കുകയോ അയാളെ കൊണ്ട് ഒരു വീഡിയോസ് ചെയ്യിപ്പിക്കുകയോ ചെയ്താൽ അയാൾക്ക് ഈ പോളിസി പ്രകാരം എനിക്കൊരു സ്ട്രൈക്കോ കാര്യങ്ങളോ വരില്ല. കാരണം ഞാനാണ് മെയിൻ, അയാളുടെ സെക്കൻഡറി ആണ്. അത്തരത്തിൽ ഉപയോഗിക്കാം എന്നല്ലാതെ പിന്നീട് ഒരിക്കലും യൂട്യൂബിൽ അയാൾക്ക് തുടരാൻ കഴിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഞാൻ ഒരു കാര്യം പ്രത്യേകമായി പറഞ്ഞു. ഈ ഒരു റൂൾസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പലരും പറയുന്നു ആദ്യത്തെ ഞങ്ങൾക്ക് മെയിൽ വന്നില്ല എന്നൊക്കെ. നിങ്ങൾക്ക് ആദ്യം വന്ന മെയിലിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പെർമനന്റ്ലി ബാനഡ് എന്നുള്ളത്. അതാണ് ഈ സർക്കംവെൻഷന്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത് നിങ്ങൾ അവരുടെ നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ മാത്രമാണ് ഈ നിയമങ്ങൾ വരുന്നത് എന്നുള്ളത്. ബാക്കി എല്ലാം പടച്ചു വിട്ടത് ഇത്തരത്തിൽ വാച്ചിങ് അവർ കയറ്റി കൊടുക്കുന്നവരാകാം. അതിനെ വളച്ചൊടിച്ചതും ഇത്തരത്തിൽ വാച്ചിങ് അവർ അവർക്ക് എന്താണെന്ന് അറിയില്ല. വാച്ചിങ് അവർ ഞങ്ങൾ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം ചാനലുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത്. ഇത് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്നലെ എന്നെ ഒരു വ്യക്തി വിളിക്കുകയുണ്ടായി, എന്റെ ചാനൽ ഇതുപോലെ പോയി എന്നുള്ളത്. ഞാനത് ചെക്ക് ചെയ്തു. സർക്കംവെൻഷൻ പോളിസി എന്ന പ്രകാരം തന്നെയാണ് അയാളുടെ ചാനൽ നഷ്ടപ്പെട്ടത്. അയാളോട് എന്നെ വ്യക്തമായി പറഞ്ഞു, ഞാനൊരു കോപ്പിറൈറ്റ് കണ്ടന്റ് ഇട്ടിട്ടില്ല, എന്റെ ഫേസ് മാത്രം കാണിച്ചുകൊണ്ടാണ് വീഡിയോസ് ഇടുന്നത്. ഇതാണ് എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, ഒരു റീയൂസർ ആയിട്ടുള്ള കണ്ടന്റോ എന്തിനു പറയുന്നു, ഞാൻ അധികം മ്യൂസിക്കുകൾ ചേർക്കാറില്ല. ഇനി അഥവാ മ്യൂസിക്കുകൾ ചേർത്താൽ തന്നെ അതെവിടെയാണ്, അത് വിത്തൗട്ട് കോപ്പിറൈറ്റ് മ്യൂസിക് ആണ്. ഇതാണ് എന്റെ ചാനലിന്റെ അവസ്ഥ. ഇതെനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. പക്ഷെ നിങ്ങൾക്കത് കാണിച്ചു തരാൻ ഇപ്പൊ ചാനലിന്റെ ഒന്നും എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അയാൾക്ക് ഈ സർക്കംവെൻഷൻ എന്നുള്ള ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അയാൾ പറയുന്നു എന്റെ പഴയ ചാനൽ പോണെങ്കിൽ പോട്ടെ, എനിക്ക് പുതിയ ചാനൽ തുടങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇവിടെ ഞാൻ അദ്ദേഹത്തോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. നമുക്ക് അവിടെ തെളിവിനായിട്ട് ഒന്നും ഇനിയില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, വളരെ പണ്ട് ഈ ചാനൽ പിച്ച വെക്കുന്ന കാലത്ത് യൂട്യൂബ് പോളിസിക്ക് എതിരായിട്ട് അയാൾ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പ്രഗത്ഭനായ ഒരു യൂട്യൂബർ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കൊണ്ട് വാച്ചിങ് അവർ 4000 വാച്ചിങ് അവർ അദ്ദേഹത്തിന് കയറ്റി കൊടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം എന്നുള്ളത്. ഇത്രയും കാലം അത് പിടിക്കപ്പെടാതെ കിടന്നു. പക്ഷെ എനിക്ക് വലിയ വരുമാനമൊന്നും ഇതിൽ നിന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഈയിടെയായിട്ട് ഈ ഒരു നിയമം ശക്തമായപ്പോൾ എന്റെ ചാനൽ നഷ്ടപ്പെടുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് എവിടെയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നോ ചെയ്ത പാപത്തിന്റെ പാപക്കറ ഇന്നാണ് അയാൾ അനുഭവിക്കുന്നത്. ഓക്കെ, കാരണം നിയമങ്ങൾ ശക്തമാവുകയാണ്. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ സർക്കംവെൻഷൻ പോളിസി എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, അതായത് 2005 യൂട്യൂബ് തുടങ്ങി 2005 തന്നെ ഫെബ്രുവരി 23 ആദ്യത്തെ വീഡിയോസ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഒരു 3 വ്യക്തികളാണ് ആ യൂട്യൂബ് ആദ്യമായി തുടങ്ങുന്നത്. ഈ കഥയൊക്കെ നമുക്കറിയാം. അതിനുശേഷം 2006 അത് ഗൂഗിൾ ഏറ്റെടുക്കുകയായിരുന്നു യൂട്യൂബ്. ഓക്കെ, പിന്നീട് അവിടെ നിന്ന് വന്ന നിയമങ്ങളാണ് ഇതെല്ലാം. 2010 കൂടി ഈ നിയമം വളരെയധികം കർശനമാക്കി. അന്ധകാലത്ത് ഡിസപ്റ്റീവ് പ്രാക്ടീസസ് എന്നൊക്കെ പേരിൽ, സ്കാം എന്നുള്ള പേരിലൊക്കെ ആയിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട്
ഇത് മൊത്തത്തിൽ എന്താ പറയുക, ഇത് ഓരോ വർക്കുകളും യൂട്യൂബിന്റെ വർക്കുകളും ആദ്യകാലങ്ങളിൽ മാൻ പവർ ആയിട്ടായിരുന്നു നടന്നിരുന്നത്. മനുഷ്യന്മാരായിരുന്നു. ഒരു വീഡിയോസിന് നമ്മൾ അപ്പീൽ ചെയ്താൽ പോലും അത് മനുഷ്യർ തന്നെ ചെക്ക് ചെയ്തുകൊണ്ടായിരുന്നു ഇങ്ങനെ വന്നിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ ഇത്തരം കണ്ടന്റുകളെല്ലാം രക്ഷപ്പെട്ടു പോന്നു എന്നുള്ളതാണ്. എന്നാൽ 2024 ഒക്ടോബർ മാസം മുതൽ 2025 ജനുവരിയുടെ ഇടയിലായിട്ടാണ് ഈ സർക്കംവെൻഷൻ പോളിസി, എക്സാക്ട്ലി പറഞ്ഞാൽ ഒരു വർഷമായി സർക്കംവെൻഷൻ പോളിസി എന്നുള്ള കാര്യം ഉടലെടുക്കുന്നത്. അതായത് AI കാലം വന്നു തുടങ്ങി എന്നുള്ളത്. മാൻ പവർ എന്നുള്ളത് മാറി നിൽക്കുകയാണ്. ഇവിടെ AI ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ AI തീരുമാനിക്കപ്പെടുമ്പോൾ പല വീഡിയോസും ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങളുടെ നല്ല വീഡിയോസ്, നിങ്ങൾ കൊടുക്കുന്ന തലക്കെട്ടുകളും നിങ്ങൾ ഉപയോഗിക്കുന്ന ചെറിയ ശീർഷകങ്ങൾ, അതായത് ചെറിയ ഹാഷ്ടാഗുകൾ പോലും നിങ്ങൾക്ക് വിനയായി വരാറുണ്ട്. കാരണം നിങ്ങൾ സ്വാഭാവികമായിട്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പണം സമ്പാദിക്കാം, യൂട്യൂബിൽ നിന്ന് എങ്ങനെ പണം സമ്പാദിക്കാം എന്തുള്ളത് നമ്മൾ ഒരുപക്ഷെ അങ്ങനെ ഒരു യൂട്യൂബിൽ എഴുതിയിട്ടാൽ ഇത് AI ആണ്, മനുഷ്യരല്ല, അവരിത് പണം സമ്പാദിക്കാം എന്നുള്ളൊരു വാക്ക് അത് യൂട്യൂബിൽ എപ്പോഴും അവർ ശ്രദ്ധിക്കുന്ന ഒരു വാക്കാണ്. അത് പെട്ടെന്ന് അതിന്റെ ഒരു റീച്ച് കുറയാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു പക്ഷെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ അഡൽട്സ് കണ്ടന്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കണ്ടന്റുകൾ അത്തരത്തിൽ സെക്സി എന്നൊക്കെ നമ്മൾ എഴുതി ഇടുമ്പോൾ ചില വീഡിയോസിലും ഈ ഒരു എഫക്റ്റ് നിങ്ങളെ ബാധിക്കാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതെല്ലാം AI വരവോടുകൂടിയാണ്. AI-ന് ഇതെല്ലാം വളരെ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ ഈ മുകളിൽ പറഞ്ഞ വ്യക്തിയുടെയൊക്കെ ചാനലുകളൊക്കെ നഷ്ടപ്പെട്ടത്. നിങ്ങൾ സ്ട്രൈറ്റ് ആയി വീഡിയോസ് ഇട്ട് പോകുന്നവരാണോ? ഒരിക്കലും നിങ്ങൾ ഇതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട. യൂട്യൂബിന് നിങ്ങൾ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്ന് കരുതി യൂട്യൂബ് ഒരിക്കലും നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യില്ല. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ടോ, നിങ്ങളുടെ വീഡിയോസ് എത്ര പേര് കാണുന്നു, അത്രയും പേർക്ക് യൂട്യൂബ് അവർക്ക് ആഡ്സ് അവിടെ അപ്ലൈ ചെയ്യാൻ കഴിയും. അതൊരു വിഷയമുള്ള കാര്യമല്ല. ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ യൂട്യൂബിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു. തുടരെ കോടിക്കണക്കിന് ആളുകൾ യൂട്യൂബിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പൊ ഇതൊന്നും ഒരു വലിയൊരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും. നിങ്ങൾ യൂട്യൂബിൽ നിന്ന് കൊഴിയുമ്പോഴേക്കും നിങ്ങൾ ചുറ്റിലുള്ള കുറെ ആളുകൾ യൂട്യൂബിലേക്ക് വരുന്നതൊക്കെ. അപ്പോ 8ന്റെ പണി കിട്ടുന്നു, അതുപോലെ തന്നെ ഇനി നമുക്കിതൊരു വലിയ പണിയാണ് എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടോ ആരെങ്കിലും? നിങ്ങൾ ശ്രദ്ധിക്കുക, അവരെല്ലാം വാച്ചിങ് അവർ കയറ്റി കൊടുത്തവരായിരുന്നു എന്നുള്ളവരാണ്. നോർമലായി അവനവന്റെ വീഡിയോസ് അവൻ ഇടുന്നവരും പിന്നെ എപ്പോഴെങ്കിലും അപ്പാവികളെ പോലെ മറ്റുള്ളവന്റെ ഏതോ ഒരു വീഡിയോസ് ഇടുന്നത് കൊണ്ടോ ഒരു കോപ്പിറൈറ്റ് കണ്ടന്റ് വന്നത് കൊണ്ടോ 1, 2, 3, 10 റീയൂസ്ഡ് കണ്ടന്റുകൾ നിങ്ങൾ ഇടുന്നത് കൊണ്ടോ ഒന്നും നിങ്ങളെ ഈ ഒരു സർക്കംവെൻഷൻ പോളിസി എന്നുള്ളത് നിങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. കാരണം ഈ സർക്കംവെൻഷൻ പോളിസി എന്നുള്ളത് നിങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊരു വീഡിയോസ് തുടർച്ചയായി ഇടാൻ കാരണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരുപാട് വീഡിയോസുകൾ വന്നു. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു, തെറ്റായ കാര്യങ്ങൾ പലരും പറയുന്നു, ജനങ്ങളെ പേടിപ്പിക്കുന്നു എന്നൊരു തരത്തിലേക്ക് വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോസ്. അതല്ലെങ്കിൽ ആക്ച്വലി ഈ ഒരു റൂൾസ് എന്നോ വന്നതാണ് സർക്കംവെൻഷൻ പോളിസി എന്ന് പറയുന്നത്. പലരും ഞാനിപ്പോ ഈയിടെയായിട്ട് ഈ വീഡിയോസ് ഇങ്ങനെ പൊതുവെ ഞാൻ ഒരുപാട് ഹിന്ദി ചാനലുകൾ ഞാൻ കാണാറുണ്ട്. നമ്മുടെ യോഗി അണ്ണന്റെ ചാനൽ, ഹിന്ദി ചാനൽ, വളരെ 20 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെത്. പിന്നെ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കണ്ടന്റ് എനിക്ക് ഇന്ന് കണ്ടാൽ മനസ്സിലാകും, നാളെയാണ് മലയാളത്തിൽ കുറച്ച് ആളുകൾ ഇടുന്ന വീഡിയോസിന്റെ കണ്ടന്റ് ഇതായിരിക്കുമെന്ന്. പക്ഷെ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് തർജ്ജമ ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അവര് ഒരുപക്ഷെ ഹിന്ദിയിലുള്ള അവരുടെ പ്രാഗൽഭ്യം അത്ര അങ്ങോട്ട് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ള. അവിടെ എന്താണോ കേൾക്കുന്നത് അത് ഏകദേശം ഒരു ഐഡിയ വെച്ച് അവർ പറയുന്ന എന്റെ ഒരു ഇതാണ് പറയുന്നത് കേട്ടോ. ഏകദേശം ഒരു ഫോട്ടോസും കാര്യങ്ങളും ഓരോ മൂമെന്റ്സ് ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെയാണെന്ന്. അങ്ങനെ അവിടെ യോഗി അണ്ണൻ സംസാരിക്കുന്നതനുസരിച്ചിട്ട് ഇവിടെ അദ്ദേഹം ഒരു 15 മിനിറ്റ് സംസാരിച്ചാൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ കട്ട് ചെയ്തിട്ടാണ് പലരും, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ അത് ചെയ്യുമ്പോൾ പോലും അതിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണം. മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്ത് ചെയ്യുമ്പോൾ പോലും ജനങ്ങളെ എപ്പോഴും പേടിപ്പിക്കാതിരിക്കുക, പാനിക് ആക്കാതിരിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വീഡിയോസ് വലിയൊരു വീഡിയോസ് ആണ്. കാരണം വളരെയധികം വ്യൂസും വളരെയധികം കുറവായിരിക്കും. പക്ഷെ എന്നെ ശ്രവിക്കുന്ന, എന്നെ കേൾക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകും. തീർച്ചയായിട്ടും അവർക്ക് ഇത് ഞാൻ പറയുന്നത് കറക്റ്റ് ആണ് എന്ന് വിശ്വസിക്കുന്ന വളരെ ആളുകൾ ഉണ്ടാവും. ഞാൻ എല്ലാ കാര്യത്തെയും കുറിച്ചും പലപ്പോഴും വളരെ സ്റ്റഡി ചെയ്തിട്ടാണ് വീഡിയോസ് ഇടാറുള്ളത്. ഓടി വന്നിട്ട് ഒരിക്കലും ഒരു വീഡിയോസ് ഇട്ടതായി നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല. അപ്പോൾ സർക്കംവെൻഷൻ പോളിസി നിങ്ങൾ ഭയപ്പെടേണ്ടത് ഒരു കാര്യവുമില്ല. യൂട്യൂബിൽ തമ്മാടിത്തരം കാണിക്കുന്ന യൂട്യൂബിന്റെ പോളിസിക്കെതിരായിട്ട് യൂട്യൂബിന്റെ നിലനിൽപ്പിന് തന്നെ ബാധിക്കുന്ന അക്രമങ്ങൾ ചെയ്യുന്നവർ ഇനി യൂട്യൂബിൽ വേണ്ട എന്ന് യൂട്യൂബ്
തീരുമാനമെടുക്കുകയാണ്. ചതി തടയുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം ചതിയന്മാരെയും ഒക്കെ യൂട്യൂബിൽ നിന്നും പെറുക്കിയെടുത്ത് കളഞ്ഞുകൊണ്ട് ഇത് യൂട്യൂബ് എന്നോ ശുദ്ധികലശം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ പലരും നിങ്ങൾ തന്നെ കേൾക്കാം, ഇപ്പൊ യൂട്യൂബിൽ ഈ സ്പാം വർക്ക് ചെയ്യുന്നവർ തന്നെ ഉണ്ട്. അവരുടെ വീഡിയോസ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ രണ്ടുപേരുടെ വീഡിയോസിൽ ഞാൻ കണ്ടു. ആ വീഡിയോസിൽ ഒരാൾ പറയുന്നത്, സ്വാഭാവികമായിട്ട് ഈ വർക്ക് കയറ്റി കൊടുക്കുന്നവർ പറയുന്നത്, ഇപ്പോഴും എന്നെ ആളുകൾ വിളിക്കാറുണ്ട്, ഇപ്പോഴും ഞാൻ ഇത്തരം വർക്കുകൾ ചെയ്തു കൊടുക്കാറുണ്ട്, പക്ഷെ അവരൊക്കെ കംപ്ലൈന്റ് ആണ്, വീഡിയോസ് കയറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. നല്ല വീഡിയോസ് ഇട്ടാലല്ലേ കയറൂ എന്ന് ഇപ്പോഴും യൂട്യൂബിന്റെ മലയാളത്തിൽ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വാക്കുകളാണിത്. അതുപോലെ തന്നെ ഈയിടെയായിട്ട് മറ്റൊരു കാര്യമാണ് പറഞ്ഞത്. അതായത് പണ്ടൊക്കെ യൂട്യൂബിൽ ഇത്തരം വർക്കുകൾ വളരെ ജനറൽ ആയിട്ട് ഉണ്ടായിരുന്നു. അതായത് വളരെ ഓർഗാനിക് ആയ സബ്ബുകളൊക്കെ കിട്ടിയിരുന്നു, നമ്മൾ തന്നെ ഇവിടുന്ന് ചെയ്തു കൊടുത്തിരുന്നു. ഇപ്പോൾ അതെല്ലാം ബോട്ടാണ് എന്നുള്ളത്. കാരണം തുറന്ന് പറയാൻ മടി. ഇത് തുറന്നു പറഞ്ഞാൽ ഞാൻ പണ്ട് ചെയ്തു കൊടുത്തവരുടെ ഇതൊക്കെ ചാനലുകളൊക്കെ പടക്കം പോലെ പൊട്ടിപ്പോയിട്ടുണ്ടാവും. അവരൊക്കെ കൂടെ പിന്നെ ഇവിടെ വന്ന് കമന്റ് ഇടില്ലേ എന്നുള്ള ഒരു പേടിയായിരിക്കാം. ഇത് പ്രിയപ്പെട്ടവരെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരൊറ്റക്കാരും സിംഗിൾ കാര്യം സർക്കംവെൻഷൻ പോളിസി എന്ന് പറയുന്നത് ഇത്രയും അക്രമകാരികൾക്കും യൂട്യൂബ് പോളിസി അംഗീകരിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ട് പോകുന്നവർക്കും മാത്രമാണ്. ഇനി ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, ഈ ഗ്രൂപ്പിസം കളിച്ചുകൊണ്ട് ഗ്രൂപ്പ് ആയി തിരിഞ്ഞുകൊണ്ട് വീഡിയോസ് പരസ്പരം സബ് ഫോർ സബ് എന്ന് പറയുന്ന പോലെ വാച്ച് ഫോർ വാച്ച് എന്ന് പറയുന്ന ആ ലെവലിലേക്ക് പോകുന്നവരും ഒരു കാര്യം ചിന്തിക്കുക. നിങ്ങൾ ഒരിക്കലും, ഞാൻ മുകളിൽ പറഞ്ഞു, നിങ്ങളുടെ വീഡിയോ സർക്കംവെൻഷൻ പോളിസിയിൽ പെടുമെന്ന്. അത് പെടാൻ കുറച്ച് സാഹചര്യങ്ങളൂടെ അടുത്ത് വരണം. അതായത് പൂർണ്ണമായും യൂട്യൂബിന് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പൂർണ്ണമായും യൂട്യൂബിന് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിലിടക്ക് ചിലപ്പം അതല്ലാതെയും വാച്ചിങ് അവർ കുറച്ചൊക്കെ കയറിയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ വാച്ചിങ് അവറിൽ നിന്ന് അത് സ്പാമായി പോകാൻ സാധ്യതയുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു മുറിവ് പഴുത്ത് അത് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. പിൽക്കാലത്ത് ഇത് സർക്കംവെൻഷൻ പോളിസിയിലേക്ക് വന്നേക്കാം, യൂട്യൂബിൽ പിന്നീട് തുടരാൻ ബുദ്ധിമുട്ടായി വന്നേക്കാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ചെറിയ ഡൗട്ടാണ്, എന്നാണ് ഇതിന്റെ കാലാവധി തീരുക എന്നുള്ളത്. അദ്ദേഹത്തിന്റെ മരണശേഷം മാത്രമാണ് ഇതിന്റെ കാലാവധി എന്നുള്ളതാണ്. കാരണം അദ്ദേഹം മരിച്ച് വീണ്ടും ജീവിച്ചു വന്നാൽ പോലും മറ്റൊരു വ്യക്തിയും മറ്റൊരു ഫേസും ഒക്കെ ആണെങ്കിൽ യൂട്യൂബ് ഒരുപക്ഷെ അംഗീകരിക്കും. അല്ലാതെ ഇങ്ങനെ ഒരു യൂട്യൂബ് ഇപ്പോഴത്തെ നിയമപ്രകാരം ഒരു വിലക്ക് വന്നാൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റ്, എങ്ങനെ ഇത് യൂട്യൂബിനെ കൺവിൻസ് ചെയ്യാൻ എങ്ങനെ നമ്മൾ അപ്പീലുകൾ ചെയ്യുന്നു, യൂട്യൂബ് റിജക്ട് ചെയ്ത് പോകുന്നു. അവസാനം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ പോയിന്റ്, ഏറ്റവും അവസാനം, അതായത് മദ്രാസ് കോടതിയിലൊക്കെ ഹൈക്കോടതിയിലൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബിനെതിരെ വാദിക്കുക എന്നുള്ളത് ഭയങ്കര, ഒന്നാമത് എക്സ്പെഷ്യലി ഹെവി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. യൂട്യൂബിന് ഒരു കാര്യം ഇങ്ങനെ നിങ്ങൾ അപ്പീൽ വന്ന് നിങ്ങൾക്ക് ഇന്ത്യൻ നിയമത്തിന്റെ സാധ്യതകളെ തേടുക എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ ഇതിലും വിജയം ആരിലാണ്? യൂട്യൂബിൽ തന്നെയായിരിക്കും. കാരണം യൂട്യൂബ് വളരെ സമർത്ഥമായിട്ട് അവരുടെ റൂൾസുകൾ ലംഘിച്ചു എന്നുള്ളത് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നിയമം നമുക്ക് എതിരായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. യൂട്യൂബ് എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനിയുടെ സാധനമാണ്, അല്ലെ? പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയത്തെ കുറിച്ച് വളരെ ദീർഘമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുക, ഭയം വേണ്ട എന്ന് സ്വന്തം മനസ്സിനോടും പറയുക. ഇത്തരം ആളുകളോട് നിങ്ങൾ ഭയപ്പെടുത്തലും വേണ്ട എന്ന് പറയുക. ഭയം വേണ്ട, ഭയപ്പെടുത്തലുകൾ വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഈ വീഡിയോസ് ഇട്ട് പോവുക, വളരെ ഹാപ്പി ആയിട്ട് വീഡിയോസ് ഇട്ട് പോകുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഒരൊറ്റ കാര്യം, ഈ ഒരു യൂട്യൂബ് പോളിസിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആകുമ്പോൾ അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നേക്കാം, എല്ലാവർക്കും ഇല്ല, ചിലപ്പോൾ ലക്ഷത്തിൽ ഒന്നൊക്കെയാണ് അത് സംഭവിക്കുന്നുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നേക്കാം. പെർമനന്റലി ബാനഡ് യുവർ ചാനൽ എന്ന് കാണിക്കും. അത്തരക്കാർ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ. അവർക്ക് അതിനുശേഷം പിന്നീട് ഒരു ചാനൽ തുടങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ലക്ഷത്തിൽ ഒരിക്കൽ ഒരാളുടെ സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇത്തരം വർക്കുകൾ ചെയ്യുന്ന ഒരു വ്യക്തികൾ, ഇത്തരം വർക്കുകൾ യൂട്യൂബിൽ സ്വന്തമായിട്ട് 4000 വാച്ചിങ് അവർ ഉണ്ടാക്കാൻ കഴിവില്ലാത്തവരാണ് ഇത്തരം വാച്ചിങ് അവറും സബിനെയൊക്കെ കയറ്റുന്നവരെന്ന് പറയുന്നത്. അതുപോലെ പെട്ടെന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം അപകടകരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് ചെയ്യുക എന്നുള്ളതും. മറ്റുള്ളവരോടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ അവരുടെ സ്വന്തം അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ച് അബ്യൂസ് ചെയ്യുന്ന രൂപത്തിലൊക്കെ വീഡിയോസ് ഇടുക. ഇത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ചാനൽ ആക്ച്വലി ടെർമിനേറ്റ് ആയി പോവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സർക്കംവെൻഷൻ പോളിസി നിങ്ങൾ ഒരിക്കലും വലുതായി ബാധിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. എട്ടുകളും എട്ടിന്റെ പണികളും ഒക്കെ ചെയ്തവരും ചെയ്യിപ്പിക്കുന്നവരും മാത്രം അനുഭവിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന അടുത്തൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.